എൻ്റെ സഹോദരങ്ങളെ, ഈ ഉടമ്പടിയുടെ ഇത്രയും നാളുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇന്നലെ ബീന വിജയൻ ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞു. ബീന വിജയൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. അത് നമ്മളത് ഇന്ന് അപ്പ് ചെയ്യും. ബീന വിജയൻ എന്താണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിഷയം എന്ന് പറയുന്നത്, ബീന വിജയൻ ബേസിക്കലി നേഴ്സാണ്. അവർ നേഴ്സാണ്. പക്ഷെ അവരെ ഇപ്പോൾ കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. ഭർത്താവെന്ന് പറയണത് നേഴ്സായിരുന്നു, അവർ കല്യാണം കഴിച്ചു. പക്ഷേ ഇവരെ ജോലിക്ക് വിടത്തില്ല ഭർത്താവ്. അതാണ് അവിടെ പ്രശ്നം. പോരെ, ബീന വിജയനെ ജോലിക്ക് വിടത്തില്ല. ജോലിക്ക് വിടാത്തതിൻ്റെ കാരണം ഭർത്താവ് പറയണത്, ഞാൻ ജോലി എടുക്കുന്നുണ്ടല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, അപ്പോൾ അത് നീയല്ലേ വളർത്തേണ്ടത്, അപ്പം നിനക്ക് ജോലിക്ക് പോകാം, ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ ഓക്കെ. നൈറ്റ് ഡ്യൂട്ടിക്കും അല്ലാത്ത ഡ്യൂട്ടിക്കൊക്കെ പോയാൽ ഈ കുഞ്ഞുങ്ങളെ ആര് വളർത്തും? അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ എത്ര കാശ് മുടക്കിയാലും കുഞ്ഞുങ്ങൾ അന്തങ്ങളായി പോയാൽ ആര് സമാധാനം പറയും? അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ നിന്നെ നോക്കിക്കൊള്ളാം, നീ കുഞ്ഞുങ്ങളെ വളർത്തുക, അതാണ് നമ്മുടെ നിധി എന്ന് പറയും. ബീന വിജയനോട് പറയും. ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിനക്കിപ്പോൾ 9 മണിക്ക് പോയാൽ മതിയല്ല, വൈകുന്നേരം 5 മണിക്ക് വരാം, മക്കൾ പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോൾ നിനക്കും വരാം, മക്കൾ പോകുമ്പോൾ നിനക്കും പോകാം, ഞാനും എൻ്റെ ജോലിക്ക് പോകും. അപ്പം അങ്ങനെ പക്ഷേ നേഴ്സിന് അങ്ങനെ പറ്റുമോ? ഇവർ അധ്യാപകയല്ലല്ലോ. അപ്പോൾ ഇവളെന്ത് ചെയ്യും? ഇവൾ വിഷമത്തിലാവും. ഇവൾ വന്നേച്ച് ഈ ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം കേട്ടെന്ന് പറഞ്ഞ്, ദൈവമേ ഞാൻ കൃപാസനത്തിൽ പോകാം, അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. അതാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധ്യം എന്ന് പറയുന്നത്. അത് ബോധ്യമാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ഉടമ്പടി ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉടമ്പടി ധ്യാനങ്ങൾ കൂടുക. രണ്ടാമത്തെ എന്താണ്? ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ രണ്ടാമത്തത് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബീന വിജയന് തോന്നിയത് എന്താണ്? എൻ്റെ അവസ്ഥ ഒരു കേസാണ്. കാര്യം നേഴ്സാണ്, ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അധ്യാപികയാണെങ്കിൽ മാത്രമേ ഭർത്താവ് ജോലിക്ക് വിടത്തുള്ളൂ. നേഴ്സിന് ആരാണ് അധ്യാപികയായിട്ട്? ഇതൊക്കെ നടക്കാത്ത കാര്യമാണ്. എന്നാലും ഉടമ്പടി ചെല്ലുമ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടിട്ട് അവർക്കൊരു ബോധ്യം കിട്ടി. എന്താണ്? അമ്മ എന്തെങ്കിലും ഒരു പഴുതുണ്ടാക്കുമെന്നാണ്. അതാണ് അറിവ്, അതാണ് ബോധ്യം എന്ന് പറയുന്നത്. ഞാൻ ചെന്ന് അമ്മയോട് പറയാം എൻ്റെ അവസ്ഥ. 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ 18-9 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഒരു കാര്യം പറ്റിയിട്ടില്ല. ഇനി അമ്മയടുത്ത് ചെന്ന് പറയാം. അമ്മയടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മേ ഉടമ്പടി എടുത്ത് പറഞ്ഞു, അമ്മേ എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് രാവിലെ കുഞ്ഞുങ്ങളുടെ കൂടെ പോകണം, എന്നിട്ട് തിരിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ വരണം, പക്ഷേ എനിക്ക് നേഴ്സിംഗ് ആണ് എൻ്റെ പോസ്റ്റ്, എനിക്ക് അതിന് പറ്റിയ ഒരു ജോലി തന്നെ എന്ന് പറയും. അപ്പോൾ എന്നാ ചെയ്തതെന്നറിയാമോ? ഇവളുടെ ഒരു സത്യാവസ്ഥയും അവൾ ആ ഉടമ്പടിയിലേക്ക് അനുവർത്തിച്ചിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളൊക്കെ എല്ലാം അമ്മയ്ക്ക് ഭയങ്കര പ്രിയങ്കരമായ ഒരു ചാനലിലൂടെയാണ് ഇവിടെ മൂവ് ചെയ്യണത്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഉടമ്പടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, എപ്പോഴും ഉടമ്പടി പുതുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് 1100 പേരാണ് അടുത്ത് ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത്. പക്ഷേ പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഉടമ്പടി എടുത്ത ശേഷവും നിങ്ങൾക്കുണ്ടായ മാറ്റം, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ആൾ തന്നെയാണ് ഇപ്പോഴെങ്കിൽ നിങ്ങൾ പുതുക്കിയിട്ടില്ല. ഈ പേപ്പർ 10-30 പേപ്പർ മേടിച്ചെന്നല്ല, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഉടമ്പടിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ? ഉടമ്പടിക്ക് ശേഷം എന്താണ്? തമ്മിൽ നോക്കണം വ്യത്യാസം. ദൈവം അസസ് ചെയ്യണ ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ പറയണത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി ലാഗാകണത്? ലാഗാകേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ബീനയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബീന ചോദിച്ചിരിക്കുന്നത് ഒരു പ്രാന്തൻ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അവൾക്ക് കരകയും ചെയ്യണം, കിറിയും നന്നാകണം. ഇതെങ്ങനെ നടക്കണം പരിപാടി? അതൊക്കെ കരയണം, ഭാവിട്ട് കരയണം, പക്ഷേ കിറി നന്നായിട്ടിരിക്കണം. നമ്മുടെ ഈ ആൾക്കാരൊക്കെ ബ്യൂട്ടി പാർലറിൽ വരികയില്ല, അതുപോലെ ഇരിക്കണം. കരകയും ചെയ്യണം, പാക്കേജ് ഒന്നും പോകുകയും ചെയ്യരുത്, പണിയാണ്. ഇതുപോലെയാണ് ബീനയുടെ അവസ്ഥ. അവൾക്ക് ജോലിയും കിട്ടണം, നേഴ്സിൻ്റെ ജോലിയും ചെയ്യണം, എന്നാൽ വീട്ടിൽ വരികയും ചെയ്യണം. പല ആൾക്കാർ. പക്ഷേ അവളുടെ അവസ്ഥ അതായത് കാരണം മാതാവ് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവളുടെ ഉടമ്പടി ജെനുവിനായത് കാരണം ഇവളുടെ ഉടമ്പടി അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് മറിയം സൈൻ ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ പച്ച മഷിക്ക് ഒരു കോറിക്കഴിഞ്ഞാൽ പിന്നെ ഓവർ റൈറ്റിംഗ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഈശോ പിന്നെ ഇടയ്ക്ക് കയറി അത് റൈറ്റ് ചെയ്യത്തില്ല. അമ്മ കോറി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ, അപ്പോൾ ഈ കാനായിലെ കല്യാണത്തിൽ അങ്ങനെയാണല്ല, അവൻ പറയുമ്പോൾ ചെയ്യാൻ പറഞ്ഞ് കോരി ഇട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ റീറൈറ്റിംഗ് ഒന്നും ഇല്ല, അത് നേരെ അങ്ങോട്ട് പാസ്സായി പോകുകയുള്ളൂ. കാര്യം അമ്മയുടെ ഒരു ബലം അതാണ്.
ഒരു മരിയൻ ബലമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ബീനയുടെ വിഷയത്തിൽ അമ്മ ഒരു പോസ്റ്റ് അവരുടെ സ്കൂളിൽ തന്നെ, അടുത്തുള്ളൊരു സ്കൂളിൽ, ഒരു വലിയ പുരാതനമായ സ്കൂളിൽ തന്നെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എൻ്റെ അമ്മ ഈ ആ സാക്ഷ്യത കേൾക്കണം. ഒരു പോസ്റ്റ് ഇവർക്ക് വേണ്ടി മാത്രം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്തിൻ്റെ പോസ്റ്റാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്. എങ്ങനെ പരിപാടി ഉണ്ടെന്നെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്സിൻ്റെ പോസ്റ്റല്ലേ, കെമിസ്ട്രിയുടെ പോസ്റ്റല്ലേ, നേഴ്സിംഗ് പോസ്റ്റ്. എന്നുവെച്ചാൽ രാവിലെ പോയാൽ മതി, വൈകുന്നേരം വരാൻ പറ്റും. എന്നിട്ട് ഇൻ്റർവ്യൂ, എന്നിട്ട് ഒരു കൂട്ടുകാരി മുഖേന ഇവർക്ക് ഇൻറ്റിമേഷൻ കിട്ടും. ഇന്ന സ്കൂളിൽ ഒരു നേഴ്സിംഗ് പോസ്റ്റ്, ഹെൽത്ത് കെയർ എന്നും പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനുടനെ ഇവൾ ഭർത്താവും ഭാര്യ കൂടി ഇൻ്റർവ്യൂവിന് പോകും. ഇൻ്റർവ്യൂ പോകുമ്പോൾ അവിടുത്തെ കന്യാസിമാരൊക്കെ വലിയ സ്കൂളാണ്, ഇങ്ങനെ താടി കൈകൊണ്ടിരിക്കുന്നത്, എന്ത് പോസ്റ്റ്, ഇതെങ്ങനെ ഇന്ന് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പോസ്റ്റില്ല. എന്താ കാര്യം? ഇംഗ്ലീഷ് സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്, ആശുപത്രിയിലല്ലേ നേഴ്സിംഗ് പോസ്റ്റ്. എന്നിട്ട് ഇവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അവൾക്ക് അവിടെ ജോലി കിട്ടും. എന്താ പരിപാടി? കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കെയർ. എന്നിട്ട് ആ ജോലി എന്താ ചെയ്യണം? അവൾ പറയണേ, ഇപ്പം ഞാൻ ആ സ്കൂളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ് ഓട്ടോറിക്ഷയിൽ പോണത്. അധ്യാപികയായിട്ട് പോകുകയല്ല, നേഴ്സിംഗ് ജോലിക്ക് ഞാൻ സ്കൂളിൽ പോവുകയാണ്. ഇവരെന്താണ് ഉടമ്പടി പറഞ്ഞത് അണുവിട തെറ്റാതെ കൃത്രിമമായിട്ട് ഒരു സ്കൂളിൽ ഒരു സ്പേസ്, ഒരു പോസ്റ്റ് സൃഷ്ടിച്ചിട്ട് അവിടെ തന്നെ ഇവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആ കുഞ്ഞുമായിട്ട് അവർ സ്കൂളിൽ നിന്ന് വരും. ഇതാണ് സാക്ഷ്യം. ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടി മാത്രം. അത് ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു നിലപാടാണത്. നീ ഉത്തമയാണെന്ന് കണ്ടാൽ നിനക്ക് വേണ്ടി ജനതകളെ, യെശയ്യാ 43:4, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ദൈവത്തിന് പ്രിയങ്കരമായി നോക്കണം. ഉടമ്പടി പോലെ സത്യസന്ധമായ ഉടമ്പടി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ദൈവത്തിന് പ്രിയങ്കരമായി മാറ്റുന്നതിനേക്കാൾ വലിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല. ഇവിടെ എന്താ? ഒന്നിന് വായിച്ചേ. യെശയ്യാ 43:4 ഏറ്റു പറയുക. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. നമുക്ക് വേണ്ടി ഏതറ്റം വരെ, അറ്റ് എനി കോസ്റ്റ് ദൈവം ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്തിരിക്കും. പക്ഷേ ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്താണ്? നീ എനിക്ക് വിലപ്പെട്ടവനായിരിക്കണം. പിന്നെ ആരാണ്? പ്രിയങ്കരനായിരിക്കണം. അപ്പോൾ ഉടമ്പടി ഫോർമാറ്റ് എന്ന് പറയണത് ബേസിക്കായിട്ട് നമ്മളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കുന്ന പദ്ധതിയാണ്. ദൈവത്തിന് പ്രിയങ്കരമാക്കുക. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അവൻ പറയുമ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് ബഹുമാന്യരായിരിക്കും. ദൈവം നിന്നെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് നീ പുണ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ഈ ദൈവത്തിന് പ്രിയങ്കരനായിരിക്കുക, ദൈവത്തിന് ബഹുമാന്യനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ കൗണ്ടർ പാർട്ടുണ്ട്. പിന്നെന്താണ്? ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക. അവിടെയാണ് അനുതാപം ആവശ്യമായി വരണത്. ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക, സാത്താന് പ്രിയങ്കരമായിരിക്കുക. ഈ ഉടമ്പടി ആധ്യാത്മികതയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതിശയങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്, അത്ഭുതങ്ങൾക്കും. അതിന് വിശ്വാസം മതി, വിശുദ്ധിയുടെ ആവശ്യമില്ല. അത്ഭുതങ്ങളും അടയാളം ഉണ്ടാകാൻ ഒരു പരിധി വരെ വിശുദ്ധി ഇല്ലെങ്കിലും വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങളും അടയാളം ഉണ്ടാവും. അത്ഭുതങ്ങൾ അടയാളം അനുഭവിച്ച് സാക്ഷ്യം പറയുന്ന ആൾക്കാർ വിശുദ്ധരാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അവിടെ അത്ഭുതം അനുഭവിക്കുന്നവർ വിശുദ്ധരുമാണ് ചിലർ. എന്താ കാര്യം? അവർക്ക് സ്നേഹത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തെ ദൈവം തള്ളിപ്പറയണത്. വിശ്വാസത്തെ ദൈവം ഉയർത്തിപ്പിടിക്കുന്ന ദൈവം തന്നെ ചില ഘട്ടങ്ങളിൽ വിശ്വാസത്തെ തള്ളിപ്പറയും. നമ്മൾ പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ദൈവം പറയും വിശ്വാസമല്ല എല്ലാം.
അതറിയണമെങ്കിലേ 1 കൊരിന്ത്യർ 13:2 എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അതിശയങ്ങളൊക്കെ നടക്കും, ഒന്നുമല്ലെന്ന്. അതിശയം അത്ഭുതമൊക്കെ നടക്കും. കല്യാണം നടക്കും, ജോലി കിട്ടും, PR കിട്ടും, പെൻഷൻ കിട്ടും, വസ്തു വിൽക്കും, ജെട്ടിനോട് മാറും, എല്ലാം നടക്കും. പക്ഷെ ഒന്നുമല്ലെന്ന്. ഈ അതിശയങ്ങളൊക്കെ നടത്തിയാലും ആളിന് ദൈവത്തിന് മുമ്പിൽ വിലയൊന്നുമില്ല. അതെന്താ കാര്യം? ഈ 1 കൊരിന്ത്യർ 13:2 ഒന്ന് വായിച്ചേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അപ്പൊ ഈ ഒന്നുമല്ലാത്ത അവസ്ഥ ബിഗ് സീറോ ആയിട്ടിരിക്കും. വിശ്വാസമല്ല എല്ലാം. ഈ വിശ്വാസത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടത്തിയാലും ശരി, നിങ്ങൾ നാളെ കോടീശ്വരനായാലും ശരി, ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ബിഗ് സീറോ ആയി മാറും. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, കർത്താവേ ഞങ്ങളുടെ തിരുവീഥികളിൽ നീ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ ദിക്സാക്ഷികളായി കഴിഞ്ഞിട്ടും പറയും, ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മത്തായി 7:21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല. പറഞ്ഞേ, കർത്താവേ 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 എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യം, ഈ അടയാളങ്ങൾ കണ്ടാലും സാക്ഷ്യം പ്രവർത്തിച്ചാലും സാക്ഷ്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ചില സമയത്ത് ദൈവതിരുസന്നിധിയിൽ ദൈവം അറിയാത്ത ആൾക്കാരായിട്ട് മാറും. കാര്യം അത്ഭുതങ്ങളും അടയാളങ്ങളും ആധ്യാത്മികതയുടെ ഭാഗമല്ല. ശരിക്കും ആധ്യാത്മികതയുടെ ഒരു വരാൻ പോകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് വരും. അപ്പോൾ കമ്മിങ് ലവ് ഓഫ് ഗോഡ്, ദ സൈൻ ഓഫ് കമ്മിങ് ലവ് ഓഫ് ഗോഡ്, നമ്മളിലേക്ക് ദൈവം വന്ന് ചേർന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു അറിവടയാളമായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ അതിൽ തന്നെ ദൈവമായിട്ടുള്ള ബന്ധമല്ല. ശരിക്കും ദൈവമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അനീതി പ്രവർത്തിക്കുന്നവരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ. നീതിയും സ്നേഹവും തമ്മിലാണ് ബൈബിള് കണക്ട് ചെയ്യണത്. അനീതി പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ. കുറേ കാര്യങ്ങളൊക്കെ നടക്കാം, പക്ഷേ അതേസമയത്ത് നമ്മുടെ ഉള്ളിൽ ബേസിക്കായിട്ട് സ്നേഹം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ദുരന്തം പിടിച്ച ക്രിസ്ത്യാനി ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഉടമ്പടി. പല ആൾക്കാരുടെയും വിശ്വാസം പോയിരിക്കണേ എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മൾ നീലത്തിരി കത്തിക്കുമ്പോൾ തന്നെ മരുമോൾ എന്താണ്ട് അപ്പുറത്തുനിന്ന് പറയണത്, ശവം നീലത്തിരി കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവളുടെ കാര്യമൊക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ പറയും. ഇവളുടെ കയ്യിരിപ്പ് ദൈവത്തിന് അറിയാവാ. ഈ ജന്മത്തി അക്കറ 1000 തിരി കത്തിച്ചാൽ ഇവർ രക്ഷപ്പെടത്തില്ല എന്നാണ് അടുക്കള എന്നുകൊണ്ട് ചിലപ്പോൾ അമ്മായിയമ്മ അല്ലെങ്കിൽ മരുമകളെ പറയണത് നിങ്ങളെക്കുറിച്ച്. എന്താ കാര്യം? നിങ്ങൾ ഏറ്റവും അറിയാവുന്നവരാരാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവരാ. ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അറിയാവുന്നവരാരാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ജയിക്കുമ്പോൾ മറ്റുള്ളവർക്കറിയാം എത്ര ഉടമ്പടിക്ക് പോയിട്ടും ഇത് പണ്ട് പാക്കനാർ ചുരക്കായും കൊണ്ട് കാശി പോയ പോലെ ഇരിക്കുമെന്ന്. കാശി കൊണ്ടുപോയി ഗംഗാനദിയുടെ തീരത്ത് പാക്കനാർ പോയ വഴിക്കെല്ലാം നമുക്കറിയാമല്ലോ പറച്ച് പറ്റ
പറയിച്ച് പെറ്റ പന്തിരി കുലത്തിലെ ഒരാളാണ് ഉളിയന്നൂർ പെരുങ്ങുന്തച്ഛനും പിന്നെ പാക്കനാരും. പാക്കനാർ കാശിക്ക് പോയപ്പോൾ പെണ്ണുമ്പോൾ പറഞ്ഞ് മനുഷ്യനെ ഈ ചുരക്കയും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? വന്നതിനും പോയതിനും എല്ലാം പാക്കനാർ ഇവിടെ കഴുത്തിന് പിടിക്കും. അതാണ് പ്രശ്നം പെണ്ണുമ്പിള്ളയുടെ. അപ്പോൾ അങ്ങനെ വാക്കാരൊക്കെ മാനസാന്തരം ഉണ്ടായി. പുള്ളിക്കാരൻ കാശിക്ക് പോവുകയാണ്. അപ്പോൾ പെണ്ണുമ്പിള്ള പറഞ്ഞ് ചുരക്കായും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അത് എന്തെങ്കിലും ഒരു നൈവേദ്യത്തിനായിരിക്കും വിചാരിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കേട്ടാന്ന് പറഞ്ഞ് അവിടെ ഇപ്പോൾ പൂജിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയി നമുക്ക് അറിയിച്ച് കഴിഞ്ഞാൽ എല്ലാ രോഗം മാറുമെന്ന് പെണ്ണുമ്പിള്ള പറഞ്ഞിരിക്കുക. അങ്ങനെ ചുരക്കായും കായിക്കൊണ്ട് പാക്കനാർ പോയിരിക്കുകയാണ് കാശിക്ക്. പോയ എല്ലാ വെച്ചമ്പലത്തിലും കുടുംബക്ഷേത്രങ്ങളും എല്ലാം പാക്കനാർ തൊഴുകയും ചെയ്യും. അവിടെയുള്ള കുളത്തിലെല്ലാം ഈ ചുരക്ക കഴുകുകയും ചെയ്യും. തിരിച്ച് കാശിക്ക് പോയി ഗംഗയിലും കൊണ്ട് സ്നാനം ചെയ്തപ്പോൾ പാക്കനാർ ചുരക്ക അവിടെ കഴുകി തിരിച്ച് കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്തേ നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ കുറവുണ്ടായിരുന്നു. പെണ്ണും വിളിച്ച് വെട്ടി കീറി കഴുകി വെട്ടി കൊത്തി എരിഞ്ഞ് കറിവെക്കുകയും ചെയ്ത്. പക്ഷേ ചുരക്കാക്ക് കയ്പ്പാണ് ഭയങ്കര. അപ്പോഴേ പാക്കനായ പറഞ്ഞ് നീ കറിവെച്ചിട്ട് പിന്നെ ചുരക്കാക്ക് കയ്പ്പാണല്ല. അപ്പോൾ പെണ്ണുമ്പിള്ള ചിരിച്ച് എന്താ കാര്യം? ഇതുപോലെ നിങ്ങളുടെ അവസ്ഥയെന്ന്. ഇതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന്. എത്ര തീർത്ഥസ്ഥലിൽ കഴുകിയിട്ടും നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. എത്ര ഉടമ്പടി എടുത്തിട്ടും നിങ്ങൾ പഴയ ആളാണ്. തെറ്റുകൾ ആവർത്തിക്കുന്നു എന്ന് പറയണത്. തെറ്റുകൾ ആവർത്തിക്കുന്നു. ആ പഴയ ജീവിതത്തിൻ്റെ കയ്പ്പ്, സ്വഭാവത്തിൻ്റെ കയ്പ്പ് മാറണില്ല, മധുരമാകണില്ല, സ്നേഹം വരണില്ല. കുറേ അടയാളം കാണുന്നു, കുറേ സാക്ഷ്യം പറയുന്നതല്ലാതെ ഹൃദയത്തിന് ആ സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും ആ കൈമാറ്റത്തിലേക്കും മറ്റുള്ളവരെ സന്ധിക്കുന്നതിലേക്കും ഒരു മധുരിതമയിലേക്ക് വരണില്ല. കയ്പ്പാണ് ഇപ്പോഴും ഇരിക്കണത്. പാക്കനാരുടെ ചുരക്ക പോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും നിങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാവോ? പണ്ട് കർത്താവ് ഒരു ചേടത്തിയോട് പറഞ്ഞ് എന്താ പറഞ്ഞത്? അപ്പോൾ ആ ചേടത്തി അത് അക്സെപ്റ്റ് ചെയ്തു. എന്താ പറഞ്ഞത്? മർക്കോസിൻ്റെ 27 അല്ലേ? കാനങ്കാരിയോട് പറഞ്ഞ് എൻ്റെ മകള് ഭയങ്കര അസുഖമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. പിശാച് ബാധിച്ചിരിക്കണമെന്ന് പറഞ്ഞു. മകള് അവളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചൊരു അത്ഭുതം കാണിക്കണം, എൻ്റെ മകളെ രക്ഷപ്പെടുത്തണമെന്ന് കർത്താവിനോട് ഈ കാനങ്കാരി പറയും. അപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? മർക്കോസ് 7:27. അവൻ പ്രതിവചിച്ചു. എന്താണ്? ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അതാണ് ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. പൊതുവെ ഈ കമന്ററി പുസ്തകങ്ങളൊക്കെ കിടക്കണത് എന്താണെന്നറിയോ? മക്കളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരും പുറത്തുള്ള വിജാതീയരായിട്ടുള്ള ഇസ്രായേൽക്കാരല്ലാത്ത ആൾക്കാരാണ് നായ്ക്കളെന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണോ? മക്കളെന്ന് പറയുന്നത് നിത്യജീവന് വേണ്ടി ആൾക്കാരും ഉണ്ട്, ലോകജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരും ഉണ്ട്. ബൈബിളല്ലേ നമ്മൾ വ്യാഖ്യാനിക്കണത്, അല്ലാതെ അവിടുത്തെ ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷൻ സമുദായ സമവാക്യങ്ങളാണ് വ്യാഖ്യാനിക്കണത്. അല്ല, ബൈബിൾ എന്താ പറയണത്? ആരാണ് നായെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ബൈബിൾ പറയണത് ആരാണ്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ആരാണ് നായ? സുഭാഷിതം വായിച്ചേ. സുഭാഷിതം ഒരു 26:11 വായിച്ചേ. ആരാണ് നായ എന്ന് പറയുന്നുണ്ട് അവിടെ? ഭാഷിതങ്ങൾ 26:11. ഭോഷത്വം ആവർത്തിക്കുന്നവൻ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ. പറഞ്ഞേ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. ഇതാണ് പ്രശ്നം. തെറ്റുകൾ ആവർത്തിക്കുന്നവനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് അച്ഛൻ്റെ വ്യാഖ്യാനമല്ല, ഞാൻ ആ വ്യാഖ്യാനം എടുത്തത് പത്രോസിൽ നിന്നാണ് എടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഇടവക സെൻറ്റ് മാത്യൂസ് ചർച്ച് വെണ്ണലയാണ്. എൻ്റെ പേര് ജോസഫ് ഷാജി കണ്ണമ്പുഴ വർക്കി. എൻ്റെ വൈഫിൻ്റെ അമ്മ മേരി മാത്യൂസ് നമ്പ്യാപറമ്പിൽ. എൻ്റെ വൈഫിൻ്റെ പേര് രാജ്യ മാത്യു നമ്പ്യാപറമ്പിൽ. എനിക്കൊരു മോനുണ്ട്, അവൻ്റെ പേര് ജോർജ് ജോസഫ് എന്നാണ്. ഞങ്ങളുടെ കുടുംബവും 10-23 വർഷമായിട്ട് ദുബായിലായിരുന്നു. ഞങ്ങളായിരിക്കുമ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചിയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ 2019 പെട്ടെന്ന് ഞാനിവിടെ വരുന്നത് അച്ഛനെ ധ്യാനത്തിന് വേണ്ടി സർജയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ പ്രീച്ചിങ് മിനിസ്ട്രിയുടെ ഗോസ്പൽ മിനിസ്ട്രിയിലെ ലീഡറായിരുന്നു. അപ്പോൾ അച്ഛനെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴേക്കാണ് അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ സെക്രട്ടറി പറഞ്ഞു ഓക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കൊറോണ വ്യാപിച്ച് അങ്ങനെ ധ്യാനമൊക്കെ അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്.
അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ അമ്മച്ചിക്ക് ഇവിടെ കൊറോണ പിടിപെട്ടായിരുന്നു. കൊറോണയുടെ ഭാഗമായിട്ട് എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെടുകയും ഞാനിവിടെ തിരിച്ചു വരികയും ഞങ്ങൾ കുടുംബമായിട്ട് തിരിച്ചു വരികയും, പക്ഷേ ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന ആദ്യമേ മോൻ്റെ ഒരു MBBS അഡ്മിഷന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു. അപ്പോൾ കൊറോണ വന്നപ്പോൾ ഇവിടെ വന്ന് അവൻ എക്സാമൊക്കെ എഴുതി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അമ്മച്ചിക്ക് അങ്ങനെ കൊറോണ വന്ന് ഹോസ്പിറ്റലായപ്പോഴേക്കും സീരിയസ് എന്ന് വേണമെങ്കിൽ പറയാം. ലാസറിൻ്റെ ജന്മം പോലെ രണ്ടാമത്തെ ജന്മമാണ് ഇപ്പോൾ അമ്മച്ചിക്ക് ഈശോ പരിശുദ്ധ അമ്മ വഴി നൽകിയത്. ഉടമ്പടിയിലെടുത്ത ഉപ്പും തൈലവും എന്നെ മാത്രമേ ഡോക്ടർ ICUലേക്ക് കയറ്റുകയുള്ളൂ. അപ്പോൾ വൈകുന്നേരം ചെല്ലുമ്പോഴേക്കും ഞാൻ ഫുൾ സ്യൂട്ട് ഇട്ട്, നിങ്ങൾക്കറിയാലോ കൊറോണയിൽ ICU സ്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഫുൾ സ്യൂട്ട് ഇട്ടിട്ട് പോകും. പക്ഷെ ഞാൻ ആരും അറിയാതെ ഉപ്പും ഈ അമ്മ ഡോക്ടർ അവിടുത്തെ CMO ചീഫ് മെഡിക്കൽ ഓഫീസർ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹം എൻ്റെ ബ്രദർ-ഇൻ-ലോയിനെ, അതായത് അമ്മച്ചിയുടെ മകനെ വിളിച്ചിട്ട് ദുബായിൽ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് അമ്മയെ കണ്ടോളൂ, ദർ ഇസ് നോ ചാൻസ് അറ്റ് ഓൾ. 100% പുള്ളി അങ്ങനെ തന്നെ പറഞ്ഞത്, വന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞായിരുന്നു, ഞാൻ അമ്മയുടെ ഒരു ഡിവോട്ടിയാണ്, എന്തായാലും ഞാനാണ് ഒരു കൊണ്ടുവന്നാക്കിയത് ആസ്റ്ററിലെ, എനിക്ക് എൻ്റെ അമ്മച്ചിയെ എൻ്റെ പരിശുദ്ധ അമ്മ തിരിച്ചു തരും എന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ പോകുമ്പോൾ ഈ തൈലം എടുത്ത് ICUലായിരിക്കുമ്പോഴേക്കും എന്നെ മാത്രമേ അകത്ത് കയറ്റത്തുള്ളൂ. ആരും അറിയാതെ തൈലമെടുത്ത് അമ്മച്ചിയുടെ ചെസ്റ്റിൽ, അമ്മച്ചിക്ക് ബോധമൊന്നുമില്ല, ചെസ്റ്റിൽ ഞാൻ പുരട്ടുമായിരുന്നു. പുരട്ടിയിട്ട് അവിടെ നിന്ന് ഞാൻ ഇടയ്ക്ക് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കും. അവർ പെട്ടെന്ന് വന്ന് എന്നെ പിടിച്ചു. അവർ പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, നിങ്ങളിവിടുത്തെ കാര്യങ്ങളൊക്കെ പുറത്തു പോകും, അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലെന്ന്. പക്ഷേ ഞാൻ തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും 1 മാസത്തോളം അമ്മച്ചി ഫുൾ ബെഡ് റിഡനായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത്, പിന്നീട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞതെല്ലാം കഴിഞ്ഞു. അച്ഛൻ അപ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ICU എല്ലാം ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം കഴിഞ്ഞു, നമുക്ക് സാധാരണ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി ഞാനും എൻ്റെ വൈഫും കൂടിയാണ് അമ്മച്ചിയെ ശുശ്രൂഷിച്ചത്. ഞങ്ങൾ എല്ലാ ദിവസവും അവിടെ TV-യിൽ ഞങ്ങൾ കൃപാസൻ്റെ പ്രാർത്ഥനയും ധ്യാനവും എനിക്ക് അച്ഛനെ വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ ധ്യാനം പ്രസംഗിക്കുമ്പോൾ അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും ഉടമ്പടി പ്രകാരം ചെയ്യേണ്ടതാണ്. എല്ലാവരും ധ്യാനം കൂടി നമ്മളെ ഭാഗികമായ ഭൗതികമായ അനുഗ്രഹങ്ങൾ തേടി പോകുന്നല്ലാതെ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തു പ്രവർത്തിച്ചു? ഒന്നും ചെയ്യത്തില്ല. കൂടി വന്ന് നമുക്ക് കിട്ടുന്ന ദശാംശം കൊടുക്കും, കുറച്ച് ബൈബിൾ വിതരണം. പക്ഷേ എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പലരും എന്നോട് വന്ന് ബന്ധക്കോസ്തുകാർ, നിങ്ങളെന്തിനാ അമ്മയെ ആരാധിക്കും? ഞങ്ങൾ പ്രീച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ചോദിക്കും. അങ്ങനെ അമ്മയെ ഞങ്ങൾ 1 മാസം ശുശ്രൂഷിച്ച് അവിടുന്ന് അമ്മച്ചിയെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പയ്യെ നടത്തി ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു. പഴയ രീതിയിൽ ദൈവം ഞങ്ങൾക്ക് അമ്മച്ചിയെ തിരിച്ചു തന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതിനോടൊപ്പം തന്നെ എൻ്റെ മോൻ്റെ MBBS അഡ്മിഷന് വേണ്ടി അവനൊരു കൂട്ടുകാരനും പുറത്ത് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ മാർക്ക് കുറവായിരുന്നു, 450 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടാൻ സാധ്യതയില്ല, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പുറത്ത് യൂറോപ്പിലോ വല്ല ജോർജിയയിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കും. മാതാവിനോട് എഴുതി വെച്ചപ്പോൾ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു കോളേജിൽ അവന് ഇവിടെ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനും പുറത്ത് ഒരുമിച്ച് പോകുന്നതിപ്പോൾ അങ്ങനെ തീരുമാനിച്ച് ജോർജിയയിൽ പോകുന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരന് NRE കോട്ടയിൽ കിട്ടി. പക്ഷേ NRE കോട്ടയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫീസ് എന്തായാലും 1 crore എബവ് വരും. അപ്പോൾ അത് എന്നിൽ നിന്ന് അദ്ദേഹം എൻ്റെ ഉണ്ടായിരുന്നു 80-90 lakhs ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇടവേൽ അച്ഛൻ പറഞ്ഞു, ഒരു മോനല്ലേ കൊടുക്കടാന്നൊക്കെ അപ്പം എന്നോട് പറഞ്ഞു. അങ്ങനെ ഓക്കെ ഞാനും പറഞ്ഞു. അങ്ങനെ ഫാദർ മുള്ളർ കോളേജിൽ സ്ട്രേ റൗണ്ട് എന്ന് പറയും, അതായത് അവസാനത്തെ റൗണ്ടിൽ അവസാനിക്കണേണ്. അപ്പോൾ ആ ഒരു ദിവസം എല്ലാ കോളേജുകാരും വിളിക്കും. അപ്പോൾ അന്ന് നമുക്ക് ആരും വരാത്ത ആൾക്കാരുടെ വാക്കൻസിനെ നമ്മൾക്ക് കയറ്റി വിടും. അങ്ങനെ ഞാൻ ഫാദർ മുള്ളയിൽ വന്നപ്പോൾ അജിയച്ചനെ കണ്ടു. അച്ഛൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എത്ര കൊടുക്കുമെന്നെങ്കിലും ചോദിച്ചു. പറഞ്ഞു ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നോക്കട്ടെ, 1 crore അടുത്ത് വരും, എന്തായാലും ഇവിടെ 1.5 ആണ്, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മോന് പേടി കിട്ടുമോ. അപ്പോൾ അടുത്ത കോളേജുകാരൊക്കെ വിളിക്കുന്നുണ്ട്, AJ കോളേജ് വിളിക്കുന്നുണ്ട് വരാനൊക്കെ. പക്ഷേ ഞങ്ങൾ പോകാതെ അവിടെ തന്നെ ഇരുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ ഇത് അമ്മയോട് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ നൊവേനയൊക്കെ ചൊല്ലി ഫുൾ ഫാസ്റ്റിങ്ങിൽ അവിടെ ഇരിക്കുമ്പോഴേക്കും അന്ന് രാത്രി 12 മണിയോടെ തീരും. പക്ഷേ അവിടെ സൈറ്റ് ഓപ്പണായത് അന്ന് കിട്ടിയത് രാത്രി 11 മണിയായപ്പോഴാണ് കിട്ടിയത്. ആദ്യം 2-3 ഇതെല്ലാം കയറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം. മാർക്ക് ലിസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു നോട്ട് വരുമ്പോൾ നമുക്ക് ചെക്കെല്ലാം വാങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് അവിടെ ഇരുന്ന് എൻ്റെ ലേഡിയെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു.
11:30 വേദനയാണ്. ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങി, യൂണിവേഴ്സിറ്റി അവൻ്റെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി, എല്ലാം കൗൺസിൽ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം പിടിപിടിന്ന് അവർ ചെയ്തു. 11:50 ഞാൻ ചെക്ക് എഴുതി കൊടുത്തു. ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ലാസ്റ്റ് എൻ്റെ മോൻ്റെ അഡ്മിഷൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും 12 മണിയായപ്പോഴേക്കും ആ സൈറ്റ് ക്ലോസായി. പിന്നെ അഡ്മിഷൻ ആർക്കും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അവസാനം ദൈവത്തിൻ്റെ അമ്മ പ്രവർത്തിച്ചു. ആ സമയത്തിൻ്റെ അച്ഛൻ പറയാല്ലേ, സമയത്തിന് വേഗത, അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ അവസാനം 12 മണിക്ക് ജസ്റ്റ് 2-3 സെക്കൻഡ് ഉള്ളപ്പോൾ അഡ്മിഷൻ ക്ലോസായി. എൻ്റെ മോന് അഡ്മിഷൻ കിട്ടി. അവിടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാം, പ്രാർത്ഥിക്കാം. അവൻ്റെ ഹോസ്റ്റൽ റൂമിലേക്കെല്ലാം അവരുടെ കുരിശിൻ്റെ രൂപമുണ്ട്. ഫാദർ മുള്ളർ കോളേജ് നിങ്ങൾക്കറിയാം, ഒരു ക്രിസ്ത്യൻ കോളേജാണ്. നന്നായിട്ട് പഠിക്കുന്നു. ഇപ്പോൾ 4th ഇയറിലേക്ക് കിടന്നു. എല്ലാ പരീക്ഷയും മാതാവിൻ്റെ പ്രത്യേക അനുഭവത്തിൽ ഇപ്പോൾ അവനും ഉടമ്പടി എടുക്കുന്നു, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു, നന്ദി പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ സാക്ഷ്യം ലേറ്റായിപ്പോയി. ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ലേറ്റായിപ്പോയി ഞാൻ ക്ഷമ ചോദിക്കുന്നു, പരിശുദ്ധ അമ്മയോട് സാക്ഷ്യം പറയാണ്. ഈ 2 കാര്യങ്ങൾ. 3-ാമത്തെ കാര്യം, ഞാൻ എൻ്റെ ദുബായിൽ ജോലി കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഫീസൊക്കെ അടച്ചു വിട്ടിട്ടുണ്ട്. എനിക്ക് ഈശോയുടെയും അമ്മയോടും പറഞ്ഞു, ഒരു പൈസ പോലും ലോൺ എടുക്കാതെ, കടമെടുക്കാതെ, ആരോടും ചോദിക്കാതെ ഇതിൻ്റെ ഫീസ് കൊടുക്കാൻ സാധിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഫീസും ദൈവം എനിക്ക് ഒരുക്കി തന്നു. എനിക്കവിടെ സൗദിയിൽ ജോലി, ബഹ്റിനിലാണ് എൻ്റെ വിസ. ഞങ്ങൾ വിസിറ്റിൽ പോയിട്ട് അവിടെ ജോലി അവിടെ അങ്ങനെ സെറ്റിൽ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഉപ്പും ഉടമ്പടിക്കായിട്ട് ഞാൻ പോയി ജോലി ജോയിൻ ചെയ്തു. അങ്ങനെ മാസം കിട്ടി, ഇടയ്ക്ക് സാലറിയൊക്കെ ഡിലേ ആകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനി കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു ദിവസം സൗദി അറേബ്യയിലെ നമ്മുടെ അച്ഛനുണ്ട്, നമ്മുടെ ഒളിച്ച് താമസിച്ച് കുർബാന ചെല്ലും. അപ്പോൾ അവിടെ കോബാറിലാണ് ഞാൻ താമസിക്കുന്നത്. അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പറയാൻ, അച്ഛൻ ഞങ്ങളുടെ ഓഫീസിൽ ഒന്ന് വന്ന് വെഞ്ചിരിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് സീക്രട്ടായിട്ട് വന്ന് വെഞ്ചിരിക്കാം. അപ്പം ഞാൻ ഈ ഉപ്പും ഈ തൈലമൊക്കെ എടുത്ത് ഒരിക്കൽ അവിടെ ഓഫീസിൽ പോയി പ്രാർത്ഥിച്ച് ഓരോ മൂലൊക്കെ ഇടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൽ നന്നായിട്ടൊരു പ്രോജക്റ്റ് കിട്ടി, ഞങ്ങളുടെ ശമ്പളം കറക്റ്റാണെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അങ്ങനെ അച്ഛൻ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ എൻ്റെ കൂടെ വന്ന് വെഞ്ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ വെഞ്ചിരിപ്പും ഉപ്പും ഇട്ടും കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ അടിയായി. കമ്പനി എന്നെ പറഞ്ഞു വിട്ടു, ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നത്, ഈ വെഞ്ചിരിച്ചതുകൊണ്ടാണ് സംഭവിച്ചത്, ഞാൻ ഉപ്പിട്ടതുകൊണ്ടാണ് എൻ്റെ ജോലി പോയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു, ഒരാഴ്ചക്കുള്ളിൽ ഒരു ജോലി ശരിയായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എന്നെ അവിടെ നിന്ന് വിളിച്ച് വേറൊരു ജോലിക്ക്, എൻ്റെ ദുബായിൽ കിട്ടിയ ശമ്പളം തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ജോലി കിട്ടി. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയില്ല, എന്നെ എന്തിനാണ് അവിടെ ജോലി കളഞ്ഞതെന്ന് നിങ്ങളറിയണം. കാരണം ഈ ഉപ്പിട്ടപ്പോഴേക്ക് എൻ്റെ ജോലി കളഞ്ഞ് ഞാൻ 23 വർഷമായിട്ട് ദുബായിലായിരിക്കും ഒരു കുർബാന പോലും മുടക്കാതെ പോകുമായിരുന്നു. ഇവിടെ സൗദിയിൽ വന്നിട്ട് കുർബാന എനിക്ക് ആഴ്ചയിലേ കിട്ടുള്ളായിരുന്നു. ദമാമിലാണ് ഞങ്ങളുടെ പള്ളിമേടെ, SMCയുടെ ആണ്, സീറോ മലബാറിൻ്റെ ആണ്. അപ്പോൾ എല്ലായിടത്തും കുർബാനയുണ്ട്. പക്ഷേ എനിക്ക് ദമാമിൽ പോയിട്ട് വരണമെങ്കിൽ 10-28 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകണം. അത് ആഴ്ചയിൽ ഞാൻ പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം ഉള്ളിൽ എപ്പോഴും ഈശോയുടെ കുർബാന ഞാൻ മുടക്കാറില്ല. അങ്ങനെ എനിക്ക് ഈശോ വെളിപ്പെടുത്തി തന്ന്, നിൻ്റെ ജോലി കളഞ്ഞതും നിന്നെ ദമാമിലേക്ക് റീസ്റ്റേറ്റ് ചെയ്യാനായിട്ടുമാണ് എൻ്റെ ജോലി കളഞ്ഞ് നല്ല ശമ്പളത്തോടെ ഈശോയുടെ ദിവ്യ കുർബാന എല്ലാ ദിവസവും പള്ളിമേടയിലെ താക്കോൽ എനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട്. എപ്പോൾ വരാനും രാവിലെ വന്ന് 6 മണിക്ക് തുടങ്ങും കുർബാന, ആരാധനയോട് കൂടും. ഞാൻ ഇന്നും അത് മുടക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ ദൈവം, പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട്. ആ അനുഗ്രഹം നമ്മൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലോ ചിന്തയിലോ ഒരു പോറിൽ പോലും ഒരു വാക്കുപോലും ദൈവത്തിനെതിരായി നിങ്ങളും ആരും സംസാരിക്കരുത്. വെയിറ്റ് ആൻഡ് സീ, ഈശോയുടെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പിന്നീട് എന്നോട് പലരും പറയുന്നത്, എന്തിനാണ് ഈശോയോട് പ്രാർത്ഥിച്ചാൽ പോരെ? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഈശോ അമ്മ എന്നെ പഠിപ്പിച്ച ഈ ധ്യാനത്തിൽ ഉടമ്പടിയുടെ എന്നോട് കടന്നുപോയപ്പോഴേക്കും വെളിപ്പെടുത്തി തന്നത് വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിൽ 12-ാം വാക്യം പറയുന്നുണ്ട്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ കഴിവ് നൽകിയ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തരും കഴിവ് തന്നിട്ടുണ്ട് ദൈവമക്കളാകാൻ, അല്ലേ? ബാപ്റ്റിസ്റ്റിലൂടെ ആയിരിക്കാം, ഉടമ്പടിയുടെ ആയിരിക്കാം. അതിനുശേഷം ഈ കഴിവ് നിങ്ങൾ എന്തുമാത്രം വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ മകൻ എന്ന 100% എന്നുള്ള പൂർണ്ണതയിലേക്ക് വളരാൻ എന്നെ എന്തുമാത്രം വളർത്തിയിട്ടുണ്ട്. ഈശോ അമ്മ പറഞ്ഞു, 2-ാം അധ്യായം യോഹന്നാൻ്റെ 5-ാം വാക്യം പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് പറയുന്നത് ജീവൻ. അവൻ നിങ്ങളോട് എന്താ പറയുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളുടെ ശരീരം വിശുദ്ധവും സജീവ ബലിയായി എനിക്ക് ആരാധനയായിട്ട് സമർപ്പിക്കണം. നിങ്ങൾ ഓരോ ദിവസവും അമ്മ എന്നോട് പറയുന്നു, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ മൊബൈൽ നോക്കുമ്പോഴേക്കും ഒരു ചീത്ത ഫോട്ടോ അല്ലെങ്കിൽ ഒറ്റക്കായിരിക്കുമ്പോൾ കാണുമ്പോൾ അവിടെ ആരാധന നടക്കണേണ്. അപ്പോൾ ഈശോ പറയും, നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് ഇപ്പോൾ സജീവ ബലിയായി സമർപ്പിക്കുവാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് സാത്താന് കൊടുക്കാം, നിങ്ങൾക്ക് ആ ഫോട്ടോ വേണമെങ്കിൽ കാണാം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ അവിടെയാണ് ആരാധന. ഈ ആരാധന നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഉടമ്പടി എടുത്തിട്ട് പോകുമ്പോൾ നമ്മളിതിൽ പ്രതിബദ്ധതരാണ്. ഈ ആരാധന ഓരോ നിമിഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ അല്ല എൻ്റെ ഭാര്യ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ നാക്ക് ചൊറിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് പറയാം, എൻ്റെ നാവിനെ ഞാൻ സജീവ ബലിയായി ഈശോക്ക് സമർപ്പിക്കുന്നു, എൻ്റെ ഈശോക്കെതിരായി ഞാൻ സമർപ്പിക്കുന്നു. ഒരു വാക്ക് പോലും പറയാതെ അവിടെയാണ് ആരാധന നടക്കുന്നത്. അതാണ് യഥാർത്ഥ ആരാധന. ഈശോ പറഞ്ഞു, ഈശോയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ അമ്മയെ സ്വീകരിക്കണം, ഈശോയുടെ വിശുദ്ധന്മാരെ സ്വീകരിക്കണം, ഈശോയുടെ കൂടെ സംസാരിക്കുന്ന അച്ഛന്മാരെ, വിശുദ്ധരെ അച്ഛനെ നമ്മൾ സംസാരിക്കണം. നമ്മുടെ ജോസഫിനെതിരായിട്ട് ട്രോളൊക്കെ വരുമ്പോൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഈശോ പറയുന്ന ആരായാലും നമ്മൾ സ്വീകരിക്കണം. അവിടെയാണ് പൂർണ്ണ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ജീവൻ്റെ വൃക്ഷമാണ്. ഈശോൻ്റെ ജീവൻ്റെ വൃക്ഷമാണെങ്കിൽ അതിൻ്റെ മരങ്ങളും ചില്ലകളും ബ്രാഞ്ചസ് എല്ലാം ഈശോയുടെയാണ്. ഈശോയുടെ അമ്മയെ ഉയർത്തിയത് സഭയല്ല, ഈശോ തന്നെയാണ്. ഏറ്റവും ആദ്യം വചനം സ്വീകരിക്കുകയും അത് നടപ്പിലാക്കിയതും പൂർണ്ണമായി വിശ്വസിച്ചതും ഈശോയുടെ അമ്മയാണ്. ആ ഈശോയുടെ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈശോ നീ എന്തു പറയുന്നതോ അതുപോലെ ചെയ്യാൻ മാത്രമാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇന്ന് പ്രീച്ചിങ്, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രീച്ചിങ് മുടങ്ങിക്കിടക്കടെ ഞാൻ വചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ദുബായിന് ശേഷം ഞാൻ അവിടെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് ഈശോ അതിനുവേണ്ടി എൻ്റെ ജോലി കളഞ്ഞ് ദമാമിലേക്ക് വന്നപ്പോഴേക്കും എനിക്ക് ആ ഗ്രൂപ്പിൽ പങ്കുവെക്കാൻ, ഈശോയുടെ വചനം പങ്കുവെക്കാനായിട്ട് എനിക്ക് ഇപ്പോൾ സാധിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അപ്പോൾ ഞാൻ ഈശോയുടെ അമ്മയെ സ്വീകരിക്കുമ്പോഴേക്കും ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത്. വചനത്തെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ അമ്മയെ സ്വീകരിക്കുന്നു, കത്തോലിക്ക സഭയുടെ വിശുദ്ധന്മാരെ സ്വീകരിക്കുന്നു, അവർക്ക് വേണ്ടിയായി ശുശ്രൂഷ ചെയ്യുന്ന കൗദാശിക ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരെ സ്വീകരിക്കുന്നു. അങ്ങനെ അപ്പോഴാണ് അതിൽ പൂർണ്ണതയുള്ളത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ നമ്മൾ ഓരോരുത്തരും അമ്മയെയും വിശുദ്ധന്മാരെയും വണങ്ങുകയും സ്തുതിക്കുകയും ഈശോ പറയുന്ന അനുസരിച്ച് നമ്മൾ ആരാധന നടത്തുകയും ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണതയുണ്ടെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു, ഈശോയെ സ്വീകരിക്കുമ്പോൾ എൻ്റെ അമ്മയോടും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഉടമ്പടിയോടെ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഈശോ എന്നോട് കാണിച്ച ആ കാരുണ്യം തിരിച്ചും ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. എല്ലാ മാസവും എൻ്റെ വൈഫ് ഓരോ ദിവസവും ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങി ഓഫനേജ് കൊടുക്കുന്നുണ്ട്, നേവൽ ക്യാൻറ്റീൻ സാധനങ്ങൾ വാങ്ങി അതെല്ലാം ചെയ്യുന്നത്. അത് ഞാനത് മിടുക്കായിട്ട് പറയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒറീസയിൽ പോയിട്ട് നമ്മുടെ മദർ തെരേസയിലൂടെ കുഷ്ഠരോഗികളെ ഞാൻ സഹായിക്കാൻ അവരെ കുളിപ്പിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് തൊടാനൊരു പേടിയായിരുന്നു. അപ്പോൾ ഈശോ എന്നെ വെളിപ്പെടുത്തി തരുന്നൊരു വചനം എൻ്റെ ഈശോ സ്പർശിച്ചാണ് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഞാൻ വായിച്ചൊരു ബുക്കിൻ്റെ എനിക്ക് തൊടാൻ പേടിയായപ്പോഴേക്കും ഈശോ ഫുൾട്ടൻഷിന് ഒരിക്കൽ അമ്മയുടെ മെഡൽ കൊടുക്കാനായിട്ട് കുഷ്ഠരോഗികൾ കൊടുക്കുമ്പോഴേക്കും കുഷ്ഠരോഗിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. തൊട്ട് കൊടുത്തില്ല. ആ പഴപ്പിലേക്കാണ് ആ മെഡൽ, ഈശോയുടെ അമ്മയുടെ മെഡൽ പോയപ്പോഴേക്കും അപ്പോൾ ഈശോ ഫുൾട്ടൻഷിനോട് പറഞ്ഞു, നീയും ഒരു കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഫുൾട്ടൻഷിൻ ആ കുഷ്ഠരോഗിയുടെ കയ്യിൽ നിന്ന് ആ മെഡലെടുത്ത് കൈ വിരിച്ച് ആ കയ്യിലേക്ക് വെച്ച് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്നെ ഈശോ ഓർപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ മാറ്റി നിർത്തി ശുശ്രൂഷ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ദൈവം ഓരോ ദിവസവും ആത്മീയ വളർച്ചയിലേക്ക് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിഷൻ ഞാനിവിടെ നിന്ന് മരിക്കുമ്പോൾ തിരിച്ച് ഈശോയുടെ തിരുമുഖം കാണാൻ, എന്നെ പൂർണ്ണനാക്കാൻ അവിടുന്ന് ഒരുക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ഈ സാക്ഷ്യം ഞങ്ങളും കുടുംബവും ഈശോയുടെ അമ്മയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിനും കർത്താവായ യേശുവിനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. എൻ്റെ പേര് ബിന്ദു ജോസ്. ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. 2022 ജൂലൈ 5-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ അമ്മച്ചിയുടെ കൂടെ വന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി വെച്ചത് നാട്ടിലൊരു വീട്.
20 വർഷമായി ഞാനൊരു വീട് പണി പൂർത്തീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യം വീടിൻ്റെ കല്ലിട്ടു, പക്ഷേ പണികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ 2022 ജൂലൈ 5-ാം തീയതി അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി 1.5 വർഷം കൊണ്ട് എനിക്ക് മനോഹരമായ ഒരു ഭവനം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവിൻ്റെ ഉടമ്പടിയുടെ ഫലമായാണ് ആ ഭവനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന്. അതുകൂടാതെ തന്നെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്. 2 പേരും മുംബൈയിലായിരുന്നു വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. മകളിപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുകയാണ്. അവൾക്ക് കോവിഡ് കാലത്ത് പെട്ടെന്നായിരുന്നു ബോർഡ് എക്സാം ഉണ്ടെന്ന് പറഞ്ഞത്. അവൾക്ക് എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഫുള്ള് ബ്ലാക്ക് ഔട്ടായി. അവൾ സയൻസ് സ്ട്രീമായിരുന്നു എടുത്തത്. എന്തായാലും അവൾ ഞാൻ ഫെയിലാവും മമ്മി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോള് പേടിക്കണ്ട, അമ്മ മാതാവുണ്ട്. ഞാൻ അവൾക്ക് കാശ് രൂപം കൊടുത്തു വിടുമായിരുന്നു. പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൾ നല്ല മാർക്കോടുകൂടി 12th പാസ്സായി. കൂടാതെ അവൾക്ക് പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കാൻ BSc നഴ്സിംഗ് തിരഞ്ഞെടുക്കാനാണ് നിന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. പിന്നീട് അവൾ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന 4.5 വർഷത്തെ ഒരു കോഴ്സിൽ ചേരുവാനും ഭംഗിയായി പഠിക്കുവാനും സാധിച്ചു. കൂടാതെ എൻ്റെ മകന് 10th ബോർഡ് എക്സാമിൻ്റെ സമയത്ത് മറാഠി എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവനും ഇതുപോലെ പറഞ്ഞു. അവൻ്റെ കയ്യിലും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൊടുത്തു വിടുമായിരുന്നു പരീക്ഷയുടെ സമയത്ത്. അവനും പാസ്സാവുകയും നല്ല ഒരു കോളേജിൽ, സെൻറ്റ് ആൻഡ്രൂസ് കോളേജിൽ, അവിടെ അഡ്മിഷൻ ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പവുമില്ലാതെ അവൻ അഡ്മിഷൻ കിട്ടുകയും മാതാവിൻ്റെ അനുഗ്രഹം നന്നായി ഞങ്ങളുടെ കുടുംബത്ത് നേടിക്കൊടുക്കുകയും കിട്ടുകയും ചെയ്തു. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്കിതെല്ലാം കിട്ടിയതെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് ബാന്ദ്ര ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാണ്. അവിടെ വരുന്ന വൃദ്ധരായ ആളുകൾക്ക് വരുമ്പോൾ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. എൻ്റെ ജോലി കഴിഞ്ഞിട്ടും ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പിന്നെ ബാന്ദ്രയിൽ തന്നെയുള്ള ഒരു അമ്മമാരുടെ ഒരു ഓർഫനേജ് പോലെയുള്ള ഒരു ഹോമുണ്ട്. അവിടെ പോയി ഞാൻ അവരെ ശുശ്രൂഷിക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കും. ഇംഗ്ലീഷും മലയാളവും ആർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റാറുണ്ടോ അതെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്.